ഹായ് രതീഷാണ്. ഇത് എൻ്റെ കൂടെ നിൽക്കുന്നത് നിഷ ഷബീറാണ്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ആളെ മനസ്സിലാവില്ല. കുറേ സിനിമകളിൽ നല്ല പ്രധാനപ്പെട്ട വേഷങ്ങളൊക്കെ ചെയ്ത ആളാണ്. ഇന്നിപ്പോൾ ഖത്തറിൽ ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത്. ഹായ് നിഷ, നമസ്കാരം. ഹലോ നിഷ, ഇപ്പോൾ എങ്ങനെ സിനിമയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഇപ്പോൾ കുറേ വർഷമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനിയും സ്റ്റാർട്ട് ചെയ്യാലോ. ആ സിനിമയുടെ ഒന്ന് അതിലോട്ട് വന്ന ഒരു കാര്യം ഒന്ന് പറയാമോ? ഞാൻ മോഡലിംഗ് ചെയ്യുമായിരുന്നു പഠിക്കുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ മഹിളാരത്നത്തിലും അതുപോലെ ഗൃഹലക്ഷ്മിയിലൊക്കെ എൻ്റെ കവർ പേജ് വന്നിരുന്നു, ഫോട്ടോ കവർ പേജ് ആയിട്ട് വന്നിരുന്നു. അങ്ങനെ ജോസ്കോ, അറ്റ്ലസ് അങ്ങനെ കുറേ ജ്വല്ലറികളിൽ ആഡ് ചെയ്തിരുന്നു. അത് കണ്ടിട്ടാണ് ഡയറക്ടർ എന്നെ ജോഷി സാറാണ് നേരിട്ട് വിളിച്ചതാണ്, എന്നെ സിനിമയിലേക്ക് വിളിച്ചതാണ് നരനിൽ. പിന്നെ നരനിൽ ചെയ്തു, പിന്നെ ചിന്താമണി കൊലക്കേസ്, പിന്നെ കീർത്തി ചക്ര, അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല മൂവീസൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഖത്തറിൽ നമ്മുടെ കൂടെ നമ്മളിപ്പോൾ ഇതുപോലെ കാണുമ്പോൾ നമുക്ക് ആൾക്കാരെ മനസ്സിലാവില്ല. ഇപ്പം നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവരോട് പരിചയപ്പെടുമ്പോഴാണ് എത്രത്തോളം വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത ആൾക്കാരാണെന്ന് മനസ്സിലാവുന്നത്. എന്തായാലും ഇതൊക്കെ നമുക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട സിനിമകളാണ് ഇതെല്ലാം തന്നെ. നല്ല സൂപ്പർ ഹിറ്റ് സിനിമകളായിരുന്നു. അതെ അതെ. ലാലേട്ടൻ്റെ കൂടെയും ഈ ഭാവനയുടെ കൂടെയൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ പെട്ടെന്നൊന്ന്? ഭാവനനെ എനിക്ക് മുൻപേ അറിയാം. ഞങ്ങള് സ്കൂളില് ഒരേ സ്കൂൾ മേറ്റ്സ് ആണ് ഞങ്ങള്. പക്ഷെ മൂവിയിൽ വന്നപ്പോഴാണ്, രണ്ട് സിനിമകളിലും ഒരുമിച്ചായതുകൊണ്ട് നല്ല അടുപ്പായിരുന്നു. നല്ലൊരു ഫ്രണ്ടാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ തന്നെയാണ് എന്നെ ഈ മൂവീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്, കീർത്തിച്ചക്രയിലേക്കൊക്കെ. ഇപ്പോഴും എന്താ പറയുക, തിരിച്ചു പോകണമെന്നുണ്ട് സിനിമയിലേക്ക്. ഇൻഷാല്ലാ നോക്കാം. അപ്പം മക്കളൊക്കെ വലുതായി, അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചു ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ തന്നെയാണ് എനിക്കും. ഇപ്പോൾ ഖത്തറിലൂടെ എന്താ ഇപ്പോൾ ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് ഇവിടെ. കുറേ കമ്പനീസിൻ്റെ ഞാൻ ഇതായിട്ട് ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ കമ്പനികളിൽ ചെയ്യുന്നുണ്ട് ഞാൻ. ഇപ്പോൾ ഖത്തർ ബിസിനസ് കാർഡ് ഡയറക്ടറുടെ മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റാണ്. അതുപോലെ കുറേ കമ്പനികളിലും ചെയ്യുന്നുണ്ട് ഇവിടെ. നമ്മുടെ ഖത്തറിൽ ഒത്തിരി പേര് ഷോർട്ട് ഫിലിം, സിനിമ എന്നൊക്കെ പറഞ്ഞെടുക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ഈ ഫേസ് ഒത്തിരി സിനിമയിൽ അഭിനയിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു മികച്ചൊരു നടി തന്നെ ആയിരിക്കും. അപ്പം നിങ്ങൾ ഷോർട്ട് ഫിലിമിലോ സിനിമയിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടോ. നിഷ, നമസ്കാരം. ഷബീർ, ഒരു വലിയ പ്രതിഭയാണ് കൂടെ ഉള്ളതല്ലേ? അപ്പോൾ ഇനി അവസരങ്ങൾ തേടി ഇവിടെ ഖത്തറിൽ ഒത്തിരി അവസരങ്ങളുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഫുൾ സപ്പോർട്ടുണ്ടാണ്. നമ്മുടെയും ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഇതുപോലുള്ള മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാനായിട്ടൊക്കെയുള്ള സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒത്തിരി പേർക്ക് കിട്ടാത്ത അവസരങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അത് ഇനിയും പ്രയോജനപ്പെടുത്തുക, ഇനിയും മുഖ്യധാരയിലോട്ട് വരട്ടെ. അപ്പോൾ ഒത്തിരി അവസരങ്ങൾ തേടി എത്തട്ടെ എല്ലാ ഭാവങ്ങളും. താങ്ക് യു.